പ്രശ്നം ഉണ്ടാവും. ഒന്ന് പോടാ. എന്നിട്ട് ഇവിടെ ആർക്കും നാട്ടില്ലല്ലോ. എടി പാറു, അനക്ക് ഇവിടെ എന്തെങ്കിലും നാട്ടം തോന്നുന്നുണ്ടോ ക്ലാസ്സിൽ? ആടാ ബു, കുറെ നേരം എന്തെങ്കിലും നാട്ടം വരുന്നത്. ഞാൻ പിന്നെ വലിയ കാര്യമാക്കിയില്ല. അനക്കുണ്ടോ നാട്ടം? എനിക്ക് കിട്ടണമെന്നില്ല, പക്ഷെ വിഷ്ണുവിനുണ്ടെന്നാ പറയുന്നത്. ആണോ വിഷ്ണു? ആടി, അബുവിന്റെ മൂക്ക് പൊട്ടിക്കാനാ തോന്നുന്നു. എനിക്ക് നല്ല നാട്ടമുണ്ട്. ആ, എന്നാ എനിക്കും നാട്ടം കേട്ടോ. ഇനി ഞാൻ ലച്ചുവിനോട് ശിവനോടൊന്ന് ചോദിച്ചോട്ടെ, വിളിക്കണ്ടോന്ന്. ആ, ഈ ഒന്ന് ചോദിച്ചോക്ക്. ഇത് ലച്ചു, അനക്ക് ക്ലാസ്സിൽ എന്തെങ്കിലും നാട്ടുണ്ടോ? ആടി, ഇവിടെ കുറെ നേരം ഞാൻ പറയണമെന്ന് വിചാരിച്ചു. എന്തൊരു നാട്ടുണ്ട് കേട്ടോ. ആഹാ, അപ്പൊ നിങ്ങൾക്ക് കണ്ടില്ലേ? ആ ലച്ചുവിനോട് കൊടുക്കണ്ടോ ചോദിച്ചോക്കാം. എന്താടി നിങ്ങൾ എന്താണ് സ്വകാര്യം പറയണേ? ഒന്നുമില്ലടി, ഞങ്ങൾ ക്ലാസ്സിൽ എന്തോ നാട്ടുണ്ട്. പറയാനൊക്കെയുണ്ട്. ആടിക്കും ചെറുതായിട്ടുണ്ട്. പക്ഷെ ഞാൻ ഈ കാറ്റടിക്കുമ്പോ അപ്പുറത്തുനിന്ന് എവിടുന്നേലും വരാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ആഹാ, അപ്പൊ എല്ലാവർക്കും ഉണ്ടല്ലേ? അബുവിന് മാത്രല്ല, ഓന്റെ മൂക്ക് പൊട്ടിക്കാണ്. ഇപ്പൊ ചെറുതായിട്ട് എനിക്ക് വരുന്നുണ്ട്. ആ, ഉണ്ടാവേ. ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. ഗുഡ് മോർണിംഗ്. ആ, ഗുഡ് മോർണിംഗ് സിറ്റ. എടാ അബു, നീ ടീച്ചറിനോടൊന്ന് പറഞ്ഞോക്കാ. അയ്യേ, എനിക്കൊന്നും വയ്യേ. ഇടി പാറു, ടീച്ചറോടാ മണല്ലോ എന്ന് പറഞ്ഞോക്കാ. അയ്യേ, എനിക്കൊന്നും വയ്യേ, മോശമാണ്. എന്നാലും പറയണ്ട. ടീച്ചർക്കും വേണ്ട നോക്കട്ടെ, അപ്പൊ നമുക്ക് പറയാം. എന്താ നിങ്ങൾക്ക് ആർക്കൊരു ഉഷാറില്ലാത്ത? അതൊന്നുമില്ല ടീച്ചർ. നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? കഴിഞ്ഞ ക്ലാസ്സിൽ ഹോംവർക്ക് ഉണ്ടായിരുന്നു ടീച്ചർ. ആണോ? ഞാൻ ആ കാര്യം പറ്റ മറന്നു. എല്ലാരും ഹോംവർക്ക് ചെയ്തിട്ടില്ലേ? ഞാനേതായാലും എഴുതിയിട്ടില്ല. അപ്പൊ ടീച്ചറിനോട് മണത്തിന്റെ കാര്യം പറയാം. ടീച്ചർ, നിങ്ങൾക്ക് എന്തെങ്കിലും മണം വരുന്നുണ്ടോ? ഇല്ലല്ലോ അബു. എന്നാ ടീച്ചർ നിൽക്കാടത്തേക്ക് ഉണ്ടാവില്ല. ടീച്ചർ ഒന്ന് കുറച്ച് ഇങ്ങോട്ട് വന്നോക്ക്, ഞങ്ങളെ ബെഞ്ചിന്റെ അവർക്ക്. എന്തൊരു നാട്ടുണ്ടല്ലോ ഇവിടെ. അതിന് ടീച്ചറെ കുറെ നേരമായി ഞങ്ങൾ ഈ മണം സഹിച്ച് ഇവിടെ ഇരിക്കണോ. എന്താ മണം ആർക്കും മനസ്സിലാവണില്ല. ആണോ? ടീച്ചർക്ക് ഇവിടേക്ക് വന്നപ്പോഴാണ് മണം വന്നത്. അതാ ഞാൻ ആദ്യം ചോദിക്കായിരുന്നു. എന്നാലേ ടീച്ചർ അങ്ങോട്ട് നിൽക്കാം. നിങ്ങളെല്ലാവരും നീച്ചിട്ട് നിങ്ങളെ ബെഞ്ചിന്റെ ഒട്ടിൽ എന്തെങ്കിലും ഉണ്ടോന്ന് നോക്കട്ടോ. ആ, ഓക്കെ ടീച്ചർ. എന്നാലും എന്തായിരിക്കും ഇപ്പൊ മണം? ഇവിടെ ഒന്നുമില്ലല്ലോ. ഇനി ഞാൻ നോക്കാം. ഇവിടെ ഒന്നുമില്ലല്ലോ. എന്നാ ഇനി ഞാൻ നോക്കാം. അയ്യേ, എന്താ പറ്റി പാറു? ഇവിടെ എന്തോ ഉണ്ട്. എന്താ പാറു കണ്ടേ? ടീച്ചർ ഇവിടെ ഒന്ന് വന്നോക്കേ. അയ്യോ, ഇതെന്താ അപ്പിയോ? ഇതെങ്ങനെ ക്ലാസ്സിൽ വന്നു? എനിക്കറിയില്ല ടീച്ചർ. എന്റെ കാലമ്മ ഫുള്ളായി, പാരമ്മ കൂടി ഒക്കെ ആയി. ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പിയോ എവിടെയാ നോക്കട്ടെ. ഇതെങ്ങനെ ഇവിടെ വന്നു? അയ്യേ പാറക്കുട്ടിയുടെ മേല് ഫുള്ളായല്ലോ. അയ്യേ, ഇനി പാറുവിന് നല്ല മണേക്കാരം. അയ്യേ ടീച്ചർ, അവർ പറയണത് കേട്ടോ. അത് കേൾക്കാൻ പോവില്ലടാ അബു. ഈ എന്തിനെങ്ങനെ അവളെ കുറ്റപ്പെടുത്തണേ? പറയണ കേട്ടോ ഓളിട്ടാന്ന് തോന്നുമല്ലോ. ഓളെന്നെ കാരല്ല, ഓളെ കാലിലോട്ടിൽ പിന്നെ എങ്ങനെ വരിക? എന്നെ കളിയാക്കുന്നു. അതെങ്ങനെ ഞാനും ആലോചിക്കണത്. പാറുവിന്റെ കാലിലോട്ടിൽ എങ്ങനെ വന്നത്? എനിക്കറിയില്ല ടീച്ചർ, ഞാനല്ല. അത് പോട്ടെ ടീച്ചർ, വൃത്തിയാക്കിക്കോളാം. നീ ഒരു കാര്യം ചെയ്യും. നീ ആ ബാത്റൂമിൽ പോയിട്ട് നിന്റെ ഡ്രസ്സൊക്കെ ഒന്ന് നേരാക്കിട്ട് വന്നേ, കേൾക്കിട്ട് വന്നേ. ബാത്റൂമിൽ പോയിക്കട്ടോ. എന്നിട്ട് ആ പാന്റിന്റെ അടിയൊക്കെ കേൾക്കുക. പാന്റിന്റെ അടിയിലൊക്കെ ആയിട്ടുണ്ട്. എന്റെ പാന്റൊക്കെ നനയില്ല ടീച്ചറെ. പിന്നെ ഞാനെന്താ ഇടുക? ഞാനൊരു കാര്യം ചെയ്യാം. നിന്റെ അമ്മക്ക് വിളിച്ചിട്ടേ, ഇവിടെ അടുത്തന്നല്ലേ വീട്, നിന്റെ അമ്മക്ക് വിളിച്ചിട്ട് ഡ്രസ്സ് കൊണ്ടുവരാൻ പറയാം. ഓക്കെ? എന്നാ പിന്നെ നിനക്ക് മാറ്റിയിട്ടാ മതിയല്ലോ. ഇതെന്തായാലും കേൾക്കിട്ടോ. എന്നിട്ട് ഞാനിത് കേൾക്കണോ? പിന്നെ കേൾക്കണ്ട. പിന്നെ എന്ത് ചെയ്യത്? അതിനാ പറയണത്. ക്ലാസ്സിൽ വരുമ്പോ ബെഞ്ചിന്റെ ഒട്ടിലും ഡെസ്കിന്റെ മുകളിലൊക്കെ എന്തെങ്കിലും ഉണ്ടോ നോക്കിയിട്ട് വേണം ക്ലാസ്സിൽ ഇരിക്കാന്. ആദ്യം തന്നെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ നോക്കാതിരുന്നതിന് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. പാറുവിന്റെ ഒരു അവസ്ഥ. എന്തായാലും നീ ടോയ്ലറ്റിൽ പോയിട്ട് കഴുകി. ഞാൻ അപ്പത്തിന് അമ്മനെ വിളിച്ചു പറയാം. ഓക്കെ? ശരി. ടീച്ചറെ നാറ്റം കൊണ്ട് സഹിക്കാൻ വയ്യ. എന്നാ നിങ്ങളൊരു കാര്യം ചെയ്യാം. നിങ്ങൾ ആ ഗ്രൗണ്ടിലെ പ്ലേ ഗ്രൗണ്ട് അവിടെ പോയിട്ട് എല്ലാരും കളിച്ചോളൂ കേട്ടോ. അപ്പത്തിന് ടീച്ചർ ഇത് വൃത്തിയാക്കിയിട്ട് നിങ്ങളെ വിളിക്കാം. ഓക്കെ? അപ്പൊ എല്ലാരും അവിടെ പോയി കളിച്ചോളൂ കേട്ടോ. അങ്ങനെയെങ്കിലും കളിക്കാൻ പോകാൻ പറ്റുമല്ലോ ഗ്രൗണ്ടിക്ക്. അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ടീച്ചർ. കഴിഞ്ഞ അപ്പൊ വിളിക്കും, അപ്പൊ വരേണ്ടി വരും. ഇപ്പൊ വേണമെങ്കിൽ പോയിട്ട് കുറച്ചു നേരം കളിച്ചോളൂ കേട്ടോ. ഓക്കെ? ഓടിക്കടാ അബു, ഞാനിത് പോണോ? ഞാനുണ്ടടാ. നിങ്ങൾ പോണില്ലേ? എന്നാലും ഇതെങ്ങനെ ഇവിടെ വന്നോന്ന് എനിക്കൊന്നും മനസ്സിലാവണില്ലല്ലോ. വല്ലാത്തൊരു കഷ്ടം തന്നെ. ഇനിയിപ്പോ നേരാക്കാൻ നിൽക്കണ്ടേ? അത്രയും ടൈമിലുള്ള പഠിപ്പും മടങ്ങുന്നു. എന്തായാലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വൃത്തിയാക്കാം. നാശം. വീട്ടിൽ തന്നെ കുട്ടികൾ അപ്പിട്ടേ കേൾക്കും മടുത്തു. ഇനിയിപ്പോ ഇവിടെ വന്നിട്ടു തന്നെ പണി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, വൃത്തിയാക്കിയല്ലേ പറ്റൂ ടീച്ചറല്ലേ. അങ്ങനെ ഇരിക്കട്ടെ കഴിഞ്ഞു. ഇതിന്റെ ഉള്ളിലുണ്ടോ? ഇതാരോ മനഃപൂർവ്വം ചെയ്ത പോലെ ഉണ്ടല്ലോ. അങ്ങനെ ഒരു വിധം കഴിഞ്ഞു. അയ്യോ, ഒരു കാര്യം മറന്നല്ലോ. പാറക്കുട്ടിയുടെ അമ്മക്ക് വിളിച്ചറിയാൻ മറന്നു. അവള് ബാത്റൂമിൽ എന്ത് ചെയ്യാനാവോ? ചിലപ്പോ ഒരു ഡ്രസ്സും ഇല്ലാണ്ട് വിഷമിച്ചിരിക്കണ്ടാവും. ഹലോ, പാറക്കുട്ടിയുടെ അമ്മയല്ലേ? ഇതാരാ മനസ്സിലായില്ല. ഞാനേ പാറക്കുട്ടിയുടെ ടീച്ചറാണ്. എന്ത് പറ്റി ടീച്ചറെ? അതെ, ഇവിടെ ക്ലാസ്സിൽ ബെഞ്ചിൻ്റെ വീട്ടിൽ എവിടുന്ന് ഒത്തിരി അപ്പി ഉണ്ടായിരുന്നു. അത് എവിടുന്ന് എന്താണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അപ്പോൾ അവളുടെ പാൻറ്റിലും ഒക്കെ ആയിട്ടുണ്ട്. പാൻറ്റിലും കാലിലൊക്കെ ആയിരുന്നു. അപ്പോൾ അവളെ കഴുകാൻ വാഷ്റൂമിലേക്ക് പറഞ്ഞയച്ചിട്ടുണ്ട്. പക്ഷേ അവൾക്കിനി ഡ്രസ്സ് മാറ്റണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൊടുന്നിട്ട് വേണ്ടി വരും. കാരണം ഇവിടെ ആരും ഡ്രസ്സ് അധികം ഉണ്ടാവില്ലല്ലോ, സ്കൂൾക്ക് പോകുന്നതല്ലേ. പിന്നെ ഞങ്ങളെ വീട് ഇവിടെ ഇരുത്താൻ വേണ്ട വിളിച്ച്. ആണോ? പാറക്കുട്ടിയാണട്ടെ.
അത് ഞങ്ങൾക്ക് അറിയില്ല കേട്ടോ. ഞാനിവിടെ വന്നപ്പോൾ ഈ കുട്ടികളൊക്കെ എന്തോ മണം സ്മെല്ല് അടിച്ചിട്ട് ഇരിക്കണ്ടായിരുന്നു. പിന്നെ ടീച്ചറോട് വന്നിട്ട് പറയത്. പിന്നെ ഞങ്ങൾ വന്ന് നോക്കിയപ്പോൾ ബെഞ്ചിൻ്റെ അടിയിലുണ്ട്. ഷാര എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഓ ആണോ? പാറക്കുട്ടിയാവാൻ സാധ്യതയൊന്നുമില്ല. ഓ അതെ, ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷെ അവളെ കാലം ആയിക്കണു, അതാണ് ഞങ്ങൾ വിളിച്ചത്. ആ അത് കുഴപ്പമില്ല ടീച്ചറെ, ഞാൻ ഡ്രസ്സ് കൊടുന്ന് തരാമെന്ന് പറയാം പാറുവിനോട്. ആ ഓക്കെ, താങ്ക് യു. ഓ സമാധാനമായി. ഇനി കുട്ടികളൊന്ന് പോയി വിളിക്കട്ടെ, അവർ നല്ല കളിയിലേക്കാരം. എക്സാം എടുക്കാന്നുള്ള ബോധമൊന്നും പോയിക്കുണ്ടാവില്ല. നമ്മൾ ചാപ്റ്റർ ഒന്നും തീർത്തിട്ടില്ല, ഈ പ്രിൻസിപ്പളേക്കും നല്ല കിട്ടൽ കിട്ടും. അപ്പൊ പിന്നെ ഒരു എക്സ്ക്യൂസും പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. എന്തായാലും ഒന്ന് പോയി വിളിക്കട്ടെ. എല്ലാരും തകർത്ത് കഴിച്ചിട്ടുണ്ടാവില്ലേ? പിന്നല്ല. നിങ്ങൾക്ക് പിന്നെ അടുത്ത ആഴ്ച എക്സാമാ വരണമെന്നുള്ളതൊന്നും നിങ്ങൾക്കൊരു പ്രശ്നമായിരിക്കൂലല്ലേ? ഏയ് അതൊന്നും ഞങ്ങൾക്കൊരു പ്രശ്നമേ അല്ല. അപ്പൊ ഇനി നമുക്ക് ക്ലാസ് എടുക്കാൻ തുടങ്ങാം. ഏതായാലും കുറച്ച് ടൈമുകൾ ഉണ്ടാവും, എന്നാലും നമുക്ക് ക്ലാസ് എടുക്കാം. പാറക്കുട്ടിയാണോ ടീച്ചറെ? അവള് വരും. നിനക്ക് എന്തിനാ പാറക്കുട്ടിനെ? അല്ല, അവളെ കാണാത്തോണ്ട് എവിടെ ചോദിക്കുക. അവള് വാഷ്റൂമിലുണ്ടാവും. ഓള് കഴിച്ചില്ലേ? അവൾക്ക് പഠിച്ചൊന്നും വേണ്ടല്ലോ നീ. ആ അതെ അതെ, ഓള് സന്തോഷത്തിൽ തുള്ളിച്ചാടിയേക്കാരം അവിടെ വന്നിട്ട്. എന്നാലും അതിപ്പോ എങ്ങനെ ഇവിടെ വന്നതെന്ന് എനിക്കറിയാത്ത. ആ അതിനെ ടീച്ചറെ ഞങ്ങൾക്കും അറിയാത്ത. ആ ഞാൻ സബ്ജക്റ്റ് കൂടെ നമുക്ക് പഠിക്കാൻ തുടങ്ങാം. അത് വേണോ ടീച്ചറെ? ഇപ്പൊ ബെല്ലടിക്കുഞ്ഞ് നാളെ പഠിക്കാം. ഇപ്പൊ പഠിക്കേണ്ട മൂടൊക്കെ പോയി ടീച്ചറെ. കളിച്ചു വന്നപ്പോ നല്ല ക്ഷീണം. ഇനി എന്റെ സ്വഭാവം മാറ്റാൻ നിൽക്കരുത് കേട്ടോ. എല്ലാരും ബുക്ക് എടുത്തേ. എന്താ പാറക്കുട്ടി ഇത്? ഈ ഡ്രസ്സിലാണോ ക്ലാസ്സിലേക്ക് കയറി വന്നേക്കുന്നേ? പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ ടീച്ചറെ? അപ്പുറത്തെ ക്ലാസ്സിലെ കുട്ടികളൊക്കെ എന്നെ നോക്കി കളിയാക്കാണ്. കുറെ നേരമായില്ല ഞാൻ വാഷ്റൂമിൽ കയറിയിട്ട്. എന്നാ നിനക്ക് ഷർട്ടയിലിട്ടിട്ട് പിന്നെ അത് ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നില്ല. എന്നാ കൈയൊന്നും ഇങ്ങനെ കാണൂലായിരുന്നല്ലോ. ഞാൻ നിന്റെ അമ്മക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഇതുവരായിട്ട് എത്തിയില്ലേ? അമ്മ എത്താൻ വൈകിട്ടുണ്ടാവും ടീച്ചർ. എന്താ പറു? മറ്റു കുട്ടികളെ നോക്കിയൊക്കെ നിന്നെ ഈ ഡ്രസ്സിൽ കണ്ടിട്ട് ഇങ്ങനെ നോക്കുന്നേ? നല്ല രസമുണ്ട് പാറക്കുട്ടീനെ കാണാൻ. ഞാൻ എന്താ ചെയ്യാനാ ടീച്ചർ? അപ്പുറത്തെ ക്ലാസ് കുട്ടികളെ എന്നെ നോക്കി കളിയാക്കാണ്. അപ്പൊ എന്നോട് വന്നിട്ട് പറയണ്ടേ, അല്ലെ ക്ലാസ്സിലേക്ക് കയറി വരികയല്ലേ ചെയ്യണ്ടേ? സോറി ടീച്ചർ. എന്റെ പാറക്കുട്ടിക്ക് ഇത്രയും സൗകര്യം ഉണ്ടെന്ന് ഞാൻ അപ്പഴാ അറിയണേ. ഞാനും ഈ പറഞ്ഞ പത്രം വിശ്വസിച്ചില്ല, പക്ഷെ ഇപ്പൊ നോക്കുമ്പോ നല്ല സൗന്ദര്യം ഉണ്ട്. എടാ മാറ്റിട്ടോ നോക്കി. ഒന്ന് പോടാ, ഞാൻ ഫുൾ ടൈം നോക്കിയിരിക്കും. എനിക്ക് എന്താ നോക്കിയൊക്കെ ആ ബുക്കാണ് നോക്കിയിരിക്കണത്. എന്താണ് തെച്ചാൽ എനിക്ക് വേണ്ടത്? എന്തിനാണ് ഇങ്ങനെ നോക്കണത്? അത് പിന്നെ എനിക്ക് ഈ വേസ്റ്റിലാണ് കണ്ടപ്പോ നല്ല ഇഷ്ടമായിരിക്കും, അതാണ്. എടാ അപ്പൊ സ്കൂൾ കേട്ടിട്ട് അണക്കില്ലേ ഞാൻ തരാം. ഇത് ഓനെ കുറ്റം പറയാനൊന്നും വേണ്ട. ആ വേസ്റ്റിലല്ലേ ഈ ക്ലാസ് കയറി നിൽക്കണം, പിന്നെ എങ്ങനെ ഒരു നോക്കായിരിക്കാം? ടീച്ചറിനോട് ഞാൻ കുറെ വട്ടം പറഞ്ഞില്ല, ഒരു കളിയാക്കിയിട്ടാണെന്ന്. ഞാൻ ക്ലാസ് കയറട്ടെ ടീച്ചറെ? ആ ഏതായാലും വന്നാലേ കയറിയിരിക്ക്. നീ ഇരിക്കടി പെണ്ണെ അങ്ങോട്ട്. പാറുണ്ട് എൻ്റെ അടുത്ത്. ആയിക്കോട്ടെ, ഞാൻ മാറാം. എന്നിട്ട് വാ പാറു, ഇവിടെ ഇരിക്ക്. എന്തിനാ പാറു ഇങ്ങനെ സങ്കടപ്പെടുന്നത്? ഞാൻ അല്ലാണ്ടപ്പം അതാണ് എൻ്റെ ഏറ്റവും വലിയ വിഷമം. എനിക്ക് അങ്ങനെ പറയരുതേ. പാറുവിനെ കഴിഞ്ഞിട്ടും ചെറിയ മണക്കുണ്ട് ടീച്ചറെ. അത് കുഴപ്പമില്ല, നിങ്ങളെ സഹിച്ചത്. അല്ല പിന്നെ ഇന്നത്തെ ക്ലാസ് ഫുൾ പോയിണ്ട്. എത്ര പോർഷൻസ് എടുക്കേണ്ടിട്ട് സമയം കഴിയുമെന്ന് അറിയപ്പോ? നാളെ എടുക്കാതെ ഇനിയും ടൈമില്ലേ? പക്ഷെ ഇങ്ങനത്തെ ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ വരിക. എന്റെ അപ്പൊ അണക്കില്ലേ ഞാൻ തരണ്ട കേട്ടോ അടുത്ത ക്ലാസ്സിൽ. ഇനിയിപ്പോ ടീച്ചർ തന്നാലും തന്നിട്ടില്ലേലും കുഴപ്പമില്ല. എന്തായാലും സന്തോഷമായി. ഈ അബുവിന്റെ ഒരു കാര്യം എനിക്ക് മാത്രമല്ല, അനക്കും ഇന്നത്തെ കാര്യം മറക്കാൻ വയ്ക്കൂലല്ലോ അല്ലേ? അതെങ്ങനെ അബു? നല്ല കോമഡിയുള്ള ദിവസമല്ലേ? അതിനെ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ആ നിങ്ങൾ ഇപ്പഴാ വരുന്നത്? പോയിട്ട് പാറു അമ്മ കൊണ്ടുവന്ന ഡ്രസ് എടുത്തിട്. ഇപ്പൊ ബെല്ലടിക്കും. ഇനിയിപ്പോ ഏതായാലും അടുത്ത പീരീഡ് ആവാനായി. ഇനിയിപ്പോ ക്ലാസ് തുടങ്ങാനുള്ള സമയമില്ല, അതുകൊണ്ട് ഇനി അടുത്ത ക്ലാസ് എടുക്കാം. ഓക്കെ ടീച്ചർ. ഇതാ ടീച്ചർ പാറക്കുട്ടിയുടെ ഡ്രസ് മാറ്റി കൊടുത്ത് വന്നിട്ടുണ്ട്. ഇനി അവൾ ക്ലാസ്സിൽ ഇരുന്നോട്ടെ, ഞാൻ പോട്ടെ ടീച്ചറെ? ആ പൊയ്ക്കോളൂ പാറുവിന്റെ അമ്മ. ഏതായാലും ഇനി കുറെ പീരീഡ് ഉണ്ടല്ലോ, അതുകൊണ്ട് ക്ലാസ് കട്ട് ചെയ്തവൾക്ക് പോരാനും പറ്റൂല. അടുത്ത ആഴ്ച എക്സാം ആവണ്ടേ, പോർഷൻസ് കുറെ തീർക്കാണ്ടാവും ടീച്ചേഴ്സിന്. അപ്പോൾ എന്തായാലും ഇവിടെ ഇരുന്നോട്ടെ, നീ പോകുമ്പോ കൊണ്ടുപോകുന്നു വേണ്ട. ആയിക്കോട്ടെ ടീച്ചറെ, അവൾ ഇവിടെ ഇരുന്നോട്ടെ, ഞാൻ പോയിട്ട് വരാം. ഓക്കെ പാറുവിന്റെ അമ്മേ. ഓക്കെ അമ്മേ. നല്ലോണം പഠിക്കട്ടെ. പാറു എന്ന സീറ്റിൽ പോയിരുന്നോ? ബെല്ലടിച്ച് ടീച്ചറിനെ പോയിക്കോ. ഞാൻ പോയിക്കോളട്ടെ വിഷ്ണു. അപ്പൊ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ. എന്നാലും എന്റെ പാറു. എടാ നീ വീട്ടിൽ പോട്ടോ, ഞാൻ എന്റെ അമ്മനോട് പറഞ്ഞു കൊടുക്കും. എടി വേണ്ടിട്ടോ, ചടിക്കല്ലേ. ഞാൻ പറയില്ല. എന്റെ അമ്മയാണെങ്കിൽ ആളൊരു പുലിയാണ്, കാണുന്ന പോലെ ഒന്നല്ല. ഓനി കളിയാക്കൂലട്ടോ.